1.5 വയസ്സുള്ളപ്പോഴാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയത്. 1.5 വയസ്സുള്ളപ്പോൾ ഉപേക്ഷിച്ചു പോയ ഭർത്താവ് ഒരേ ഒരു മകനാണ്. ഇനി എന്റെ ലോകം എന്റെ മകനോടൊത്ത ജീവിതമാണ്. ഇനി ഒരു കല്യാണം വേണ്ട, ഇനി എനിക്കൊരു സുഖ സന്തോഷം വേണ്ട, ഇനി ഒരു ദാമ്പത്തിക ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സുബൈദ എന്ന സുന്ദരിയായ യുവതി ആഷിഖ് എന്ന് പറയുന്ന ആ 1.5 വയസ്സുകാരനെ നെഞ്ചിലേക്ക് ചേർത്തു വെച്ചിട്ട് വിവാഹം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ആ മകനെ വളർന്നു വരുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരി അവർക്കും ഇങ്ങനെ പ്രായമേറി വരാൻ തുടങ്ങി. ആ സഹോദരിക്ക് 54 വയസ്സ് കഴിഞ്ഞു. ആ പ്രിയപ്പെട്ട സഹോദരിക്ക് 54 വയസ്സ് കഴിഞ്ഞു. ആ സഹോദരിയുടെ പൊന്നുമോൻ കഞ്ചാവിനും MDMAക്കും അടിമയായപ്പോ ഈ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവന്ന ആ പ്രിയപ്പെട്ട മകനെ നന്നാക്കാനാക്കി. എന്നിട്ട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് പാത്രം കഴുകിയിട്ട് ആ പ്രിയപ്പെട്ട സുബൈദ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി തന്റെ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, തന്റെ പ്രിയപ്പെട്ട ഭാര്യയായി കടന്നു വരുന്ന പെണ്ണിന് കൊടുക്കാനും മഹറുണ്ടാക്കി വെക്കുകയാണ് 5 പവൻ. 5 പവന് മഹറുണ്ടാക്കി വെച്ചു പ്രിയപ്പെട്ട സുബൈദ എന്ന ഉമ്മ. ആ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ട്യൂമർ ബാധിച്ചിട്ട് സർജറിക്ക് ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെ ശസ്ത്രക്രിയയിലൂടെ ട്യൂമർ മാറ്റി. എന്നിട്ട് ആ പ്രിയപ്പെട്ട സുബൈദ എന്ന സഹോദരി അനുജത്തിയുടെ വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് 1.5 വയസ്സുണ്ടായിരുന്ന ആഷിഖ് എന്ന പൊന്നുമോനെ വളർത്തിക്കൊണ്ടുവന്ന് ഇന്ന് നല്ല തടിയും തന്റെ ഇടവും വന്ന മകന് കഞ്ചാവിനിരയായി കൊണ്ട ആ മകന് ബോധം തന്നെ നഷ്ടപ്പെട്ടു. ആ മകന് ഓടി വരികയാണ്. ഈ അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഓടി വന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കൊടുവാള് വാങ്ങി സുബൈദ എന്ന പ്രിയപ്പെട്ട ജന്മം നൽകിയ ഉമ്മാടെ കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടുമ്പോ ആ മകൻ പറഞ്ഞൊരു വാക്കുണ്ട്, നീ എനിക്ക് ജന്മം നൽകിയതിനാടി നിനക്ക് ഈ ശിക്ഷ. ആ ഒരു കാലഘട്ടത്തിലാ സഹോദരങ്ങളെ നമ്മളുള്ളത്, ആ ഒരു ലോകത്തിലാ നമ്മളുള്ളത്. ഈമാനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തലയിൽ തൊപ്പിയും താടിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കണങ്കാലിന് മുകളിൽ മുണ്ട് കയറ്റി ഉടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിസ്കാരത്തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നൊരാള് വന്നിട്ട് പറഞ്ഞു, തിരുവനന്തപുരം ജില്ലയിൽ നല്ല ഒരു തട്ടിപ്പുകാരനുണ്ട്. ആ തട്ടിപ്പുകാരന് നെറ്റിയിൽ നിസ്കാരത്തഴമ്പ് വരച്ചു വെച്ചിട്ടാണ് പള്ളിയിൽ പോകുന്നത്. നിസ്കാരത്തഴമ്പ് അയാള് നെറ്റിയിൽ ഇങ്ങനെ വരച്ച് പിടിപ്പിക്കുമത്രേ. തഴമ്പ് കാണുമ്പോ ആളുകൾ അറിയാതെ കാശ് കൊടുക്കുന്നു, കൊണ്ടൊരു മുക്കലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 100 അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ, ഒരുപാട് അനുഭവങ്ങൾ ഗുരുക്കന്മാരായി മാറിയിട്ട് ഈമാന്റെ പേരിലും ഇസ്ലാമിന്റെ വേഷവിധാനത്തിലും കഴിയുമ്പോ അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറഞ്ഞ ഒരു കാര്യവുമില്ലാതെ പോയാൽ അല്ലാഹ് പറയുകയാണ്, വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. ഒരു ദുരന്തം വന്നപ്പോ പോലും, ഒരു ദുരിതം വന്നപ്പോ പോലും നൂഹ് നബി വിളിച്ചു, വരൂ നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാ, ഈ കപ്പൽ കയറി നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങൾ വേറെ നോക്കിക്കൊള്ളാം. അവരുടെ മനസ്സിൽ അല്ലാഹ് സീല് വെച്ചതാണ്, അവരുടെ ഖൽബിൽ അല്ലാഹു സീല് വെച്ചതാണ്. നൂഹ് നബിയുടെ പൊന്നുമോനെ വിളിച്ചല്ലോ, യാ ബുനയ്യർകം മഅനാ, വാ പൊന്നുമോനെ കപ്പലിൽ കയറി രക്ഷപ്പെടാൻ നോക്കടാ. വാപ്പയാണ് വിളിക്കുന്നത്, ജന്മം നൽകിയ പ്രിയപ്പെട്ട പിതാവ് വിളിക്കുന്നു, മോനെ കപ്പൽ കയറി രക്ഷപ്പെടാം. ആ സമയത്ത് മകൻ പറയുന്നു, ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. യഅ്സിമുനി, എനിക്ക് ആ മലഞ്ചെരിവ്, എനിക്ക് ആ പർവ്വതത്തിന്റെ മുകൾ ഭാഗവും എന്റെ പർവ്വതത്തിന്റെ മറ്റുള്ള പ്രദേശങ്ങളും എന്നെ സുരക്ഷിതനാക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പണി നോക്കെന്ന് പറഞ്ഞിട്ട് നൂഹ് നബിയുടെ മകൻ പോലെ നൂഹ് നബിയെ മാറ്റി നിർത്തിയപ്പോ അല്ലാഹ് പറയുകയാണ്, വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. ന്യൂനപക്ഷം ആളുകൾ മാത്രമേ മുഅ്മിനീങ്ങളായിട്ട് വരൂ. അത് തന്നെയാണ് സൂറത്തുൻ നിസായിൽ പറഞ്ഞത്, ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീലാ. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ മുഅ്മിനീങ്ങളായിട്ട് ഉണ്ടാവുള്ളൂ.
ഈമാൻ പള്ളിക്കകത്തുള്ള പെരുപ്പം കണ്ടിട്ട് നമ്മൾ ആരും എല്ലാ ആളുകളും ഈമാനുള്ളവരാണെന്ന് നമ്മൾ ധരിക്കണ്ട. ഒരു വിഷയം ഒന്ന് നോക്കട്ടെ. ഇപ്പൊ ഈ അടുത്ത സമയത്ത് നോക്കുമ്പോൾ പള്ളിയിൽ ഞാൻ അതിനൊക്കെ ശക്തമായി, ഇനി ആകാശം അങ്ങോട്ട് ഇടിഞ്ഞു വീണാലും ശരി, ഭൂമി പിളർന്നു പോയാലും ശരി, ഇനി പിടിച്ചങ്ങ് മൂക്കി കയറ്റിയാലും ശരി, പറയാനുള്ളത് പറയണം. ഒരു മിമ്പറിന്റെ അടുത്ത് 2 ഇമാമ് നിന്ന് ഖുതുബ ഓതുക. ഉളുപ്പുണ്ടോന്ന് ചോദിക്കുക, ഉളുപ്പുണ്ടോന്ന്. ഇത് സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ദാടി നെഞ്ചറ്റം വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പള്ളിയിലെ ഒരു മിമ്പർ, ആ മിമ്പറിൽ 2 ഇമാമിങ്ങൾ കയറുകയാണ്. എന്തിനാണ്? ഒരു വിഭാഗത്തിന്റെ ഇമാം ഒന്ന്, മറ്റൊരു വിഭാഗത്തിന്റെ ഇമാം ഒന്ന്. ഈ വിഭാഗം പറയുന്നു ഞങ്ങളുടെ ഇമാമ് ഖുതുബ ഓതിയാൽ മതി. അടുത്ത വിഭാഗം പറയുന്നു പറ്റൂല, ഞങ്ങളുടെ ഇമാമ് ഖുതുബ ഓതിയാൽ മതി. ഇത് വേണോ? ലോകം മുഴുവനും വ്യാപിച്ച് സ്പ്രെഡായി സോഷ്യൽ മീഡിയയിലൂടെ ഇത് വേണമായിരുന്നോ? ഈ സമുദായത്തിന് ഇത്രയും വലിയ നാണക്കേട്, ഇത്രയും വലിയ മാനക്കേട്, പുറത്തിറങ്ങാൻ കഴിയാതെ സമുദായത്തിന്റെ അനൈക്യത്തിന്റെ ഓരോ ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനും അള്ളാഹു നൽകിയ ആ ഒരു തഖ്വയും വളരെ കുറഞ്ഞ ആളുകൾക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവും ആ ഉമർ തങ്ങൾക്ക് പ്രചോദനമായി കൊണ്ട് വഴിയരികിലിരുന്ന ആളും ദുആ ചെയ്തത് അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ. കുറഞ്ഞ സംഘത്തിൽ എന്നെ ചേർത്താൽ മതി. എനിക്ക് വലിയ തലയെണ്ണം വേണമെന്നൊന്നുമില്ല. എനിക്ക് വലിയ ഒരു ജനാരവം, എനിക്ക് വലിയ ഒരു പുരുഷാരം വേണമെന്നൊന്നുമില്ല. കുറഞ്ഞ സംഘത്തിൽ ചേർത്താൽ മതി. കാരണം ആമന മഅഹു ഇല്ലാ ഖലീൽ. മുഅ്മിനീങ്ങൾ കുറവാണ്. ഇത് ഈമാന്റെ വിഷയമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈമാന്റെ ബലഹീനത നമുക്ക് പ്രകടമാകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. വളരെ കരുതിയിരിക്കണം നമ്മൾ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ഈ സദസ്സിൽ വെച്ച് ദ്വാരക്കാം. രണ്ടാമതായിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, രണ്ടാമതായിട്ട് സുഹൃതങ്ങളുടെ വിഷയത്തിൽ എടുത്ത് നിങ്ങൾ നോക്ക്. ഞാൻ ഈ പറയുന്ന വളരെ ശക്തമായ നിലയിൽ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കണം. പ്രസംഗത്തിൽ അഭിപ്രായമൊന്നും എനിക്ക് കിട്ടിയിട്ടൊരു കാര്യമില്ല. നിങ്ങളിപ്പോ നല്ല കൊള്ളാന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്ത് കിട്ടാനാ? കൊള്ളൂല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ? എനിക്ക് നഷ്ടപ്പെടുമോ? ഒന്നും നഷ്ടപ്പെടാറില്ല. മാത്രമല്ല, അങ്ങനെ ഒരു സമൂഹത്തിന്റെ മുമ്പിലല്ല ഞാൻ നിൽക്കുന്നത്. എനിക്കറിയാം, നന്നായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. നിസാറുദ്ദീൻ ഉസ്താദ്, അൽഹംദുലില്ലാ, OTPSലെ ഉസ്താദന്മാർ ഇനി എത്ര പേര് വരാണ്ട്? 10 പേരോളം ഉണ്ടല്ലേ? മാഷാ അല്ലാഹ്. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ ഓർത്തുവെച്ചോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ, അത് എല്ലാവരും ചെയ്യണമെന്നില്ല. എത്ര മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, എത്ര മുസ്ലിമീങ്ങൾ നോമ്പ് പിടിക്കുന്നുണ്ട്, എത്ര മുസ്ലിമീങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. എന്തേ പണക്കാരില്ലാത്തതിന്റെ പേരിലാണോ? ഒരിക്കൽ സക്കാത്തിനെ പറ്റി പ്രസംഗിച്ചപ്പോ ഒരാള് ന്യായമായും ഒരു സംശയം ചോദിച്ചു. അത് ന്യായമാണെന്ന് ആര് കേട്ടാലും തോന്നും, പക്ഷെ അത് അന്യായമാണെന്ന ഖുർആനിലെ സൂറത്ത് യാസീനിൽ അല്ലാഹ് പറഞ്ഞത്. എന്താണെന്നറിയോ? ഉസ്താദേ, എനിക്ക് തന്നത് പടച്ചോനല്ലേ? അതെ. അവന് കൊടുക്കാത്താരാ? പടച്ചോനല്ലേ? അതെ. അവന് കൊടുക്കണമായിരുന്നു എന്ന് അള്ളാഹ്ക്ക് അറിയായിരുന്നോ? അതെ. എന്നിട്ട് അള്ളാഹ് അവന് കൊടുത്തോ? ഇല്ല. പിന്നെ അതിന് ഞാൻ കൊടുക്കണം? ന്യായമായൊരു ചോദ്യമല്ലേ? എന്നെ സമ്പന്നനാക്കി നിസാർ ഉസ്താദിനെ ദരിദ്രനാക്കി. എന്റെ 2.5% ഞാൻ നിന്ന് നിസാർ ഉസ്താദിന് കൊടുക്കണം. നിസാർ ഉസ്താദിന് കൊടുക്കാത്തതും എനിക്ക് തന്നതും പടച്ചോനല്ലേ? എനിക്ക് തന്നു, നിസാർ ഉസ്താദിന് കൊടുക്കണമെന്നും അള്ളാഹ്ക്ക് അറിയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് വല്ലതും കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. പിന്നെ എന്തിന് ഞാൻ കൊടുക്കണം? അള്ളാഹ് കൊടുക്കാത്തതിന് ഞാൻ എന്ത് കൊടുക്കണം എന്ന് ചോദിക്കുന്ന മുതലാളിമാരുടെ ഒരുതരം ഫാഷിസ മനോഭാവമാണ് ഇന്ന് സക്കാത്ത് നിഷേധിക്കുന്നത്. ആരും കൊടുക്കില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും തിരിച്ചറിയാത്തൊരു സമൂഹമാണ്. നോമ്പിന്റെ സമയമാകുമ്പോൾ ഇപ്പൊ വരും, ഉടനെ വരും. ഒരു 10,000-3000 രൂപയ്ക്ക് 500-ന്റെ 6 നോട്ടൊക്കെ എടുത്തുകൊണ്ട് ഏതെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുവന്ന് ചില്ലറ വാങ്ങി ഒരു വലിയ പ്ലാസ്റ്റിക് കവറിനകത്താക്കി വീട്ടിൽ കൊണ്ടുവെക്കും. വരുന്നവർക്ക് താത്ത മുന്നിലൊരു കസേര ഇട്ടിരുന്ന് 1 രൂപ തൊട്ട് നോക്കും. ഇങ്ങനെ നോക്കിയിട്ട് ശരിയാണെന്ന് തോന്നി ഒരു 5 രൂപ കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു 10 രൂപ കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് തന്റെ വീട്ടിൽ വരുന്ന ക്യൂവിന്റെ നീളം കണ്ടിട്ട് ഞാൻ സക്കാത്ത് കൊടുത്ത വലിയ മുതലാളിച്ചിയാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുമ്പോ, സക്കാത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് കവറുമായി വരുന്നവർക്ക് നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടിന്റെ പേരല്ല സക്കാത്ത് എന്ന് പറയുന്നത്. മറിച്ച് നിങ്ങളുടെ വീട്ടിൽ ഒരു വർഷത്തെ സാമ്പത്തികമായ മുഴുവൻ കണക്കുകളെയും കാൽക്കുലേഷൻ നടത്തിയിട്ട് 2.5% പാവപ്പെട്ടവന്റെ അവകാശമായി ആ പാവപ്പെട്ടവന് ഖുർആൻ പറഞ്ഞ 8 കൂട്ടരെ കണ്ടെത്തിയിട്ട് അവർ
അവരുടെ ബാധ്യതയാണ്, നിന്റെ ഓശാരമല്ല, നിന്റെ നീ നിന്റെ സക്കാത്തിന്റെ മുതൽ പാവപ്പെട്ടവന്റെ വീട് കണ്ടെത്തിയിട്ട് കൊണ്ട് കൊടുക്കുന്നതിന്റെ പേരാണ് ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയിൽ സക്കാത്ത് എന്ന് പറയുന്നത്. അല്ലാതെ നിന്റെ വീട്ടിൽ വരുന്നവർക്ക് നീ എറിഞ്ഞു കൊടുക്കുന്നതിന്റെ പേര് സക്കാത്ത് എന്നല്ല. അതിന് യാചന എന്നാ പറയുന്നത്. സക്കാത്ത് വേറെ, യാചന വേറെ. സക്കാത്ത് വേറെ, യാചന വേറെ. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നവർ മുഅ്മിനീങ്ങളല്ലേ? ആണ്. അപ്പൊ എല്ലാ ആളുകളും സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആരാ കുമ്മിളിൽ സക്കാത്ത് കൊടുക്കുന്നത്? അതുകൊണ്ട് ഞാനും കൊടുക്കുന്നില്ല. വേണ്ട, നീ ഒറ്റ ഒരാളെ ഉള്ളോ, നീ ആ ന്യൂനപക്ഷത്തിൽ ചേർന്നോ? ഭൂരിപക്ഷത്തിന്റെ കാര്യം നീ നോക്കുന്ന എന്തിനാ? ഏത് ഇബാദത്തിന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുകയാണ്, ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ സുജൂദ് ചെയ്യരുത്. മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കൈകൂപ്പി നിൽക്കരുത്. നിങ്ങളെ കഥനക്കഥകളെ പടച്ചവന്റെ മുമ്പിലല്ലാതെ പറയരുത്. നിങ്ങളുടെ സങ്കടത്തിന്റെ കണ്ണുനീർത്തുള്ളികളെ പടച്ചവന്റെ മുന്നിലല്ലാതെ ഒഴുക്കരുത്. നിങ്ങൾ കരയുന്നെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ നിങ്ങൾ കരയാൻ പാടില്ല. ലാ തഅബുദൂന ഇല്ലല്ലാഹ്, ഇബാദത്ത് പടച്ചവന്റെ മുന്നിലാണ് നമുക്ക് നടത്തേണ്ടത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, ഈ പറയുന്ന ആരാധനകൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഒന്ന് പറഞ്ഞത് പടച്ചവന് ഇബാദത്താണ്. രണ്ടാമത് അല്ലാഹു പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഗുണം ചെയ്യണം, മാതാപിതാക്കളോട് കരുണ കാണിക്കണം, മാതാപിതാക്കൾക്ക് നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം, മാതാപിതാക്കളോട് സ്നേഹമുള്ള സംസാരം നടത്തണം, മാതാപിതാക്കളോട് കാരുണ്യത്തോടെ ഇടപെടണം, മാതാപിതാക്കൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം. എത്രത്തോളം എന്നറിയോ? കുമ്മിളിലെ പാവപ്പെട്ട ഏതോ ഒരു അവിശ്വാസിയായ ഒരു സഹോദരൻ, ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനായി ഹിന്ദു കുടുംബത്തിൽ പിറന്ന ഒരു പാവപ്പെട്ട സഹോദരൻ, അയാൾ മുസ്ലിമായെന്നിരിക്കട്ടെ, അയാൾ കുമ്മിൽ പള്ളിയുടെ ജമാഅത്തംഗമായെന്നിരിക്കട്ടെ, അയാൾ പിന്നെ 5 നേരം നിസ്കരിക്കുന്നത് ഇമാമിന്റെ പിറകിലാണെന്നിരിക്കട്ടെ, ആ പാവപ്പെട്ട മുസ്ലിമായ സഹോദരൻ അയാൾ അവിശ്വാസിയായിരുന്ന അവസ്ഥയിൽ നിന്ന് വിശ്വാസത്തിന്റെ തെളിനീര് മനസ്സിലാക്കിയിട്ട് ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരന്, ആ സഹോദരൻ ഇനി എനിക്ക് എന്റെ വാപ്പ അമുസ്ലിമായതുകൊണ്ട് എനിക്ക് ബന്ധമില്ല, എനിക്ക് എന്റെ അമ്മ അമുസ്ലിമായതുകൊണ്ട് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആ മാതാപിതാക്കളെ പട്ടിണിക്കിടാൻ പറയുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, അവര് പട്ടിണി കിടന്ന മകനായ നീ സമാധാനം പറയണമെടോ. അവർ രോഗിയായി കിടന്നാൽ, അവർക്ക് ചികിത്സയ്ക്കെതിരായ പൈസ ഇല്ലാത്ത ഘട്ടം വന്നാൽ അതിന് നീ സമാധാനം പറയണം മോനെ. അവർ വീട് അടുപ്പിന് തീ പുകയാതിരുന്നാൽ അതിന്റെ സമാധാനം മുസ്ലിമായ നീ പറയണം ചെറുപ്പക്കാരാ. അത്രയും വലിയ ബന്ധമാണ് മാതാപിതാക്കളോട് കാണിക്കേണ്ടതെങ്കിൽ 5 നേരം നിസ്കരിക്കുന്ന ഉമ്മായ ചവിട്ടുന്ന മോനെ, 5 നേരം ഇബാദത്തെടുക്കുന്ന വാപ്പാനെ തള്ളി പറയുന്ന മോനെ, എന്തിനേറെ വാപ്പയും ഉമ്മയും കാല് വളരുന്നോ, കൈ വളരുന്നോ, തല വളരുന്നോ എന്ന് നോക്കി വളർത്തുമ്പോ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തറയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പറഞ്ഞ് ആറ്റുനോട്ട് വളർത്തിക്കൊണ്ടുവന്നു. 18 വയസ്സ് വരെ അവര് ജീവിച്ചില്ല. നിനക്ക് വേണ്ടിയാ അവര് ഉറക്കമുളച്ചത്, നിനക്ക് വേണ്ടിയാണ് അവര് പട്ടിണി കിടന്നത്, നിനക്ക് വേണ്ടിയാണ് അവര് കഷ്ടപ്പെട്ടത്. അവസാനം നീ നല്ല ആകാര സൗട്ടവും സൗകുമാരിതയും വന്നപ്പോ, നീ നല്ല പളപളപ്പുള്ള സുന്ദരിയായി മാറിയപ്പോ, ഇന്നലെ വരെ നിന്നെ പൊന്നുപോലെ നോക്കിയ നിന്റെ പ്രിയപ്പെട്ട വാപ്പ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഏതോ ഒരു കഞ്ചാവിനിരയായ ഒരുത്തനുമാകിട്ട് നീ അടുപ്പമായപ്പോൾ, ഇന്നലെ കടന്നു വന്ന ഒരുത്തനു വേണ്ടിയിട്ട് നീണ്ട 20 വർഷക്കാലം നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച, എത്രയോ വക്കത്തെ നിസ്കാരം പോലും കളാക്കിയിട്ടുണ്ട് നിന്നെ വളർത്താൻ വേണ്ടിയിട്ട്, എത്രയോ നോമ്പ് വിട്ടിട്ടുണ്ട് നിന്നെ വളർത്താൻ വേണ്ടിയിട്ട്, ചുമടെടുത്തും കഷ്ടപ്പെട്ടും വളയും പിടിച്ചും ഒരുപാട് ചുമടെടുത്തും കൃഷി ചെയ്തു, ഒരുപാട് ആട്ടും തുപ്പമേറ്റുകൊണ്ട് അറബിയുടെ വീട്ടിൽ അടിമപ്പണി ചെയ്തും സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങളല്ല നിനക്ക് വലിയ സൗകുമാരിത സമ്മാനിച്ചപ്പോ, വലിയ ആകാര വടിവും സൗട്ടവും നിന്നെ തേടിയെത്തിയപ്പോ, നിന്റെ ശരീരം നിന്നെ അത്ഭുതപ്പെടുത്തിയപ്പോ, ആ ശരീരം മോഹിച്ചു വന്ന ഒരുത്തനോടൊപ്പം കൈപിടിച്ചിറങ്ങിപ്പോയിട്ട് നിന്റെ പാവപ്പെട്ട ഉമ്മയെയും ബാപ്പയോ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ
കെട്ടിയിറക്കുന്ന നാണം കെട്ട പെണ്ണ്. അത് എന്തുകൊണ്ടാ നിനക്കത് സംഭവിച്ചതെന്നറിയോ? നിനക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന ഈമാനിന് ബലഹീനതയാ. അല്ലാഹ് പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഗുണം ചെയ്യണമെന്ന് പഠിപ്പിച്ചത് ഖുർആനാ. അല്ലാഹുവിന്റെ മുന്നിൽ ഇബാദത്തിനെ പറ്റി പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനല്ല, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലാനല്ല. അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് എടുക്കണമെന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നത്, പല സ്ഥലങ്ങളിലും പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങളുടെ പാവപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾക്ക് ആദരവ് വേണം. കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചിട്ട് സമയമായ സംസാരം നടത്തി നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സ്നേഹത്തോടെ, നിങ്ങളുടെ ഉമ്മയോട് വാപ്പയോട് സ്നേഹത്തോടെ ഇടപെടണമെന്ന് മക്കളെ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ മൂന്നാമതാകട്ടെ പറയുന്നത് വദിൽ ഖുർബാ, അടുത്ത ബന്ധുക്കളോടുള്ള ബാധ്യത നിറവേറ്റണം. അല്ലാഹ് ഇബാദത്തെടുത്ത് സ്വന്തം വാപ്പാന്റെ ഉമ്മാന്റെ കാര്യം മാത്രം നോക്കിയാ പോരാ, കൊച്ചാപ്പയുടെ കാര്യം നോക്കണം, മൂത്താപ്പാന്റെ കാര്യം നോക്കണം, കല്യാണം കഴിച്ച വീട്ടിലെ പെണ്ണിന്റെ അനുജത്തിയുടെയും ചേട്ടത്തിമാരുടെയും കാര്യം നോക്കണം. അകന്ന ബന്ധുക്കള്, നിന്റെ അടുത്ത ബന്ധുക്കളുടെ കാര്യങ്ങൾ മുഴുവനും നിന്റെ ഈമാന്റെയും നിന്റെ ഇബാദത്തിന്റെയും ഭാഗമാണ്. അവരെ സന്ദർശിക്കലും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കലും അവർക്ക് നീ എന്ത് നന്മ ചെയ്തു കൊടുക്കലും ഇതെല്ലാം ഇബാദത്തിന്റെ ഭാഗമാണ്. തീരുന്നില്ല, അല്ലാഹു പറയുന്നു ഇബാദത്ത് പടച്ചവനും നിന്റെ മാതാപിതാക്കളും നിന്റെ അടുത്ത ബന്ധുക്കളും എന്ന സ്വാർത്ഥത പാടില്ല. പിന്നെയോ വല്യതാമാ, നാട്ടിൽ അനാഥ മക്കളുണ്ടാകും, വാപ്പ മരിച്ചുപോയ മക്കളുണ്ടാകും, വാപ്പയില്ലാത്ത പൊന്നുമക്കള്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പയില്ലാത്ത പൊന്നുമക്കള്, അനാഥ മക്കള്, സ്വന്തം മക്കളെ അനാഥ മക്കളുടെ മുമ്പിൽ വെച്ചെടുത്ത് ചുംബിക്കല്ലേ, മുത്തം കൊടുക്കല്ലേ. നിങ്ങൾ ഒരിക്കലും ആ മക്കളോട് സ്നേഹവായ്പോടെ സംസാരിക്കല്ലേ. എന്തുകൊണ്ട്? അനാഥ മക്കൾ ചിന്തിക്കും, എനിക്ക് വാപ്പയില്ലാത്തത് കൊണ്ടാണല്ലോ, വാപ്പയില്ലാത്തത് കൊണ്ടാണല്ലോ. എനിക്ക് വാപ്പയുണ്ടെങ്കിൽ എനിക്കും ഇതുപോലെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ലാളനയുടെയും ഒരു വലിയ സന്തോഷ നിമിഷം എനിക്കും കിട്ടിയനല്ലോ. ഇത് കിട്ടാത്തത് എനിക്ക് വാപ്പയില്ലാത്തത് കൊണ്ടാണല്ലോ. അങ്ങനെ ഒരു ചിന്ത മകന് വന്നു പോകും. അതുകൊണ്ട് അനാഥ മക്കൾ, അവരെ നിങ്ങൾ ഏറ്റെടുക്കണം. അനവ കാഫിലുൽ യതീമി ഹാകദാ, ഇതുപോലെയാണ് ഞാനും യതീമീങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നാളെ സ്വർഗത്തിൽ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ രണ്ട് വിരൽ ചൂണ്ടിക്കാണിച്ചിട്ട് മധ്യവിരലും മുസബ്ബിഹ വിരലും നോക്കി, 5 വിരലാണ് നമുക്കുള്ളത്. ഖിൻസർ, ബിൻസർ, വുസ്ത, മുസബ്ബിഹ, ഇബ്ഹാം, ഈ 5 വിരൽ. അതില് മധ്യവിരലും ചൂണ്ടുവിരലും ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ് അന വ കാഫിലുൽ യതീമി ഹാകദ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താണ് ഈ 2 വിരൽ ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം? എന്താണ്? ഈ 2 വിരലുകളുടെ ഇടയിൽ ഒരു വിരലുകൾക്കും കേറാൻ പറ്റില്ല, വേറെ ഒരു വിരലുകൾക്കും ഇതിനിടയിൽ സ്ഥാനം പിടിക്കാൻ കഴിയില്ല. 2 വിരലുകളെ ചേർത്ത് വെച്ചിട്ട് പവിത്രമായ മുസബ്ബിഹ തസ്ബീഹ് ചെല്ലുന്ന ആ വിരലും അതിനോട് ചേർന്ന വിരലും ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു, ഞാനും അനാഥരെ സംരക്ഷിക്കുന്നവരും ഇങ്ങനെയാണ്. എങ്ങനെ? ഞങ്ങളെ രണ്ടിന്റെയും ഇടയിൽ വേറെ ഒരാള് സ്വർഗത്തിൽ ഉണ്ടാവൂല. അത്രയും സാമീപ്യവും സാന്നിധ്യവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുണ്ടാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. സലാത്തൊക്കെ ചൊല്ലിക്കോളൂ, സലാത്തിന്റെ വാർഷികമല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനാഥ മക്കളോട് നമുക്ക് വലിയ ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാകണം. യതീമീങ്ങൾ കുറവാണ്. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും തൽക്കാലം പറയുന്നില്ല, കാരണം വിവാദങ്ങളോട് വിവാദമാണ്. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചു, യതീം ഖാനകൾ നടത്തുന്ന ആളുകൾ കുറച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് തന്നെയാണ്. ആരെതിരായാലും അള്ളാന്റെ ഖുർആനാ ഞാൻ പറഞ്ഞത്. കാരണം യതീം ഖാനകളിൽ അധികവും യതീമക്കളല്ല. വാപ്പ ഇവിടെ മോനെ ചോദിച്ചാ പറയും വാപ്പ ഗൾഫില, ഉമ്മ എവിടെയാ? ഉമ്മ മലബാറിലാണ്, പേരെടുക്കാൻ പോയിരിക്കുകയാണ്, വീട്ടിൽ ആരുമില്ല, ഇനി 40 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ്.
ഒരു യത്തീംഖാനയെന്ന് വിളിച്ച് പറഞ്ഞതാണ്, എന്റെ പ്രസംഗം കേട്ടിട്ട് ഉസ്താദെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ ഇവിടുന്ന് 3 എണ്ണത്തിന് അങ്ങനെ പുറത്താക്കി. എന്താ കാര്യം എന്നറിയോ? മക്കളെ ചേർത്ത് നിർത്ത് പഠിപ്പിക്കുന്നതിന് എതിരല്ല, അതിന് വേറെ സംവിധാനങ്ങളുണ്ട്. ദറസ് ഉണ്ട്, ഹിഫ്ദുൽ ഖുർആൻ ഉണ്ട്, അല്ലെങ്കിൽ യത്തീമിന്റെയും മിസ്കീന്റെയും അനാഥ അഗതി മന്ദിരങ്ങളുണ്ട്. അനാഥ അഗതി മന്ദിരങ്ങൾ ഒക്കെ അതൊക്കെയാണ്. അവൻ അഗതിയാണ്, നിർഗതിയില്ലാത്തവനാണ്, പാവപ്പെട്ടവനാണ്, കുഴപ്പമില്ല. യത്തീമിന്റെ ധനം യത്തീം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. യത്തീമിന്റെ ധനം യത്തീം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യത്തീം എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം യത്തീമായിട്ടാണ് ജനിച്ചത്. വാപ്പ ആ പിതാവിനെ കാണാൻ പോലും അള്ളാന്റെ ഹബീബിന് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കിയേ, അള്ളാഹ് എത്തുമാത്രം അള്ളാഹു വാപ്പയെ പടയ്ക്കാൻ കാരണം തന്നെ അള്ളാന്റെ റസൂലാണ്. ഉപ്പാപ്പായെ പടയ്ക്കാൻ തന്നെ കാരണം അള്ളാന്റെ റസൂല. എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ വാപ്പായെ കാണിച്ചു കൊടുക്കാത്തതിന്റെ പേരില യത്തീം മക്കൾക്ക് ഇത്രയും മഹത്വമുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഉസ്താദിന്റെ തലയിലൊന്ന് തടകിയാൽ നമുക്ക് കൂലിയൊന്നും കിട്ടാനില്ല, നമുക്ക് ഒരു കൂലിയും കിട്ടാനില്ല. നിസാർ ഉസ്താദിന്റെ തലയിലൊന്ന് തടകിന്ന് വെച്ചിട്ട് എന്തെങ്കിലും കൂലി കിട്ടുമോ? നമുക്ക് എന്താ നിങ്ങളുടെ ഉസ്താദായോണ്ട് പറയാൻ മടി? ഇല്ല. യത്തീമായൊരു കുട്ടിയുടെ തലയിൽ ഇങ്ങനെ ഒന്ന് തടകിയാൽ, യത്തീമിന്റെ തലയിൽ ഇങ്ങനെ ഒന്ന് തടകിയാൽ എത്ര രോമം നമ്മുടെ കയ്യിൽ സ്പർശിച്ചോ അത്രയും പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെറിയ കാര്യമാണോ? അനുജൻ മരിച്ചു, അനിയത്തിക്ക് വേറെ കല്യാണം കഴിക്കണ്ടേ? പെണ്ണുങ്ങളാവുമ്പോ അവരുടെ യുദ്ധ കഴിയുമ്പോൾ അവർക്ക് കല്യാണം വേണം. നമ്മൾ പറയും ഭയങ്കര മോശമായി പോയി. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പെൺകുട്ടി ഭർത്താവ് മരിച്ചുപോയ പെണ്ണിന് വേറെ കല്യാണം കഴിച്ചാൽ വേറെ ആംഗിളിൽ, വേറെ അർത്ഥത്തിൽ കാണുന്നൊരു സമൂഹം. എന്നാ നമ്മൾ കല്യാണം കഴിച്ചാലോ 3-ാം പാർട്ടി കഴിഞ്ഞ് 7-ന്റെ അന്ന് 11-40-ന്റെ അന്ന് പുതിയ കല്യാണം കഴിച്ചു. അപ്പോഴും നമുക്ക് പറയാനുള്ള ന്യായം എന്ന് പറയുമ്പോ കാച്ചി തരാൻ ആരെങ്കിലും വേണ്ടേ? അപ്പൊ പെണ്ണിന്റെ മാപ്പിള മരിച്ചു പോയാലോ? ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചുപോയി, അവക്ക് ഇസ്ലാം പറഞ്ഞത് നീ ഉള്ള കാലം ഇങ്ങനെ ഇരിക്കണമെന്നോ സതി പോലുള്ള ഏതെങ്കിലും ദുരാചാരങ്ങൾ നടത്തണമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. അല്ല പറഞ്ഞ എന്താ? 4 അശ്ഹുരിൻ വഅശ്റ, 4 മാസം 10 ദിവസം കഴിഞ്ഞാൽ നീ ഫ്രീ ആയി. മരണത്തിന്റെ യുദ്ധം അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹിതയാകാം. അവളുടെ ചോദിക്കണമെന്നേ ഉള്ളൂ, അനുവാദം ചോദിക്കണം. ആ അനുവാദം അവൾ വാമൊഴിയായി പറയുകയും വേണം. അതിനു മുമ്പ് മൗനം സമ്മതം. ആദ്യത്തെ കല്യാണമാണെങ്കിൽ. വിധവയായി കഴിഞ്ഞാൽ മൗനം സമ്മതമല്ല. കാരണം അവളെ ഒന്ന് വാമൊഴിയായിട്ട് കിട്ടണം. ഓക്കെ, ഞാൻ റെഡിയാണ്. ആണുങ്ങൾ കല്യാണം കഴിക്കുമ്പോ അതിനെ അവന് എന്തെങ്കിലും, അവന്റെ കുട്ടികളെ പിന്നെ ആരാ നോക്കുക? എന്തൊരു ന്യായമാണ്. അവന്റെ കുട്ടികൾ ആരാ നോക്കുക? അവന് കാച്ചി കൊടുക്കാൻ ആരെങ്കിലും ഒന്നും വേണ്ടേ? ഇതൊക്കെയാണ് ചോദ്യം. അപ്പൊ ഇവക്ക് കാച്ചാൻ അറിയാം. ഈ കാച്ചാനുള്ള സാധനം ആരെങ്കിലും കൊണ്ട് കൊടുക്കാൻ വേണ്ടേ? അതാരും ചിന്തിക്കൂല. അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് സഹോദരങ്ങളെ. ആ ഒരു വർഗീയത അല്ലെങ്കിൽ സ്വാർത്ഥത, ആണുങ്ങൾക്കുള്ള ആ ഒരു സ്വാർത്ഥതയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം. അങ്ങോട്ട് മാറ്റി തന്നെ വെക്കണം. എന്നിട്ട് പാവങ്ങളായ സഹോദരിമാരുടെ അവകാശങ്ങൾ സൂറത്തുൻ നിസാഇൽ അവരുടെ അവകാശ ദംശനങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെ സംബന്ധിച്ച് പ്രവിശാലമായി ഖുർആൻ പറയുന്നുണ്ട്. അല്ലാതെ ഏതെങ്കിലും എരപ്പാളികൾ രാത്പ്രസംഗം നടത്തി അല്ലെങ്കിൽ പിന്നെ ഈ ചാനൽ ചർച്ച നടത്തിയിട്ട് വിവരം കെട്ട ഏവനെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചാനലിൽ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കരുത്. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്നൊന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഇസ്ലാം കൊടുക്കുന്ന സ്വാതന്ത്ര്യവും ഇസ്ലാം കൊടുക്കുന്ന ആ ഒരു പരിഗണനയും ലോകത്ത് ഒരു പ്രത്യയ ശാസ്ത്രങ്ങളും കൊടുക്കില്ല, ലോകത്ത് ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് നമ്മുടെ കെട്ടഴിക്കാൻ, ഇപ്പൊ എന്റെ ഭാര്യയും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒറ്റ വഴിയുള്ളൂ, തൊലാക്ക്. അതിനും അള്ളാഹു കുറെ കുറുക്ക് വഴികൾ വെച്ചു. ആദ്യം ഒന്ന് ഈ കുമ്പിളിൽ പ്രസംഗിക്കും പോലെ അല്ല, അല്ലാതെ ഒന്ന് പ്രസംഗിച്ചു കൊടുക്കണം. പ്രസംഗിച്ചിട്ട് നന്നായില്ലെങ്കിൽ എന്ത് വേണം? പ്രസംഗിച്ചിട്ട് നന്നായില്ലെങ്കിൽ അവളെ കിടക്കിയെന്ന് മാറ്റി കിടത്തണം. അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് അവർക്ക് തോന്നുമ്പോ നന്നാവും. ചിലപ്പോ ഇതൊന്നും നന്നാവൂല. ചില സാധനങ്ങൾ അങ്ങനെ വന്നാൽ പൊട്ടാത്തൊരടി കൊടുക്കണം. എന്നിട്ടും ഇതങ്ങ് നന്നായില്ലെങ്കിൽ അവളുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും വിട്ടിട്ടൊന്ന് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കണം. അതിനും പറ്റുന്നില്ലെങ്കിൽ 1-ാം തലാഖ് ചെല്ലണം. ഇദ്ദ തീരുന്നതിന് മുമ്പ് റജഇയായ തലാഖാണ്, മടക്കിയെടുക്കണം. അവള് ഒന്ന് പേടിക്കും, പിന്നെ നിനക്ക് 2 ഉള്ളൂ ഇദ്ദ, അല്ല പിന്നെ തലാഖ്. ഇങ്ങനെയൊക്കെ കുറെ ഡിമാൻഡുകൾ വെച്ചിട്ടാ നമുക്ക് തലാഖ് എന്നത് ഈ ബന്ധം നടത്തിയെടുക്കാൻ. പെണ്ണുങ്ങൾക്ക് അല്ലാഹു 2 കൊടുത്തു.
ഖുൽഉം ഫസ്ഖും. ഇത് രണ്ടും അല്ലാഹു തആല കൊടുത്തു. സൂറത്തുൽ റിജാൽ എന്ന് പറഞ്ഞൊരു അധ്യായം കാണാൻ കഴിയില്ല. സൂറത്തുൻ നിസാ സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റി പറയാൻ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഞാൻ സാഹചര്യത്തിന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ഉണർത്തിയെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് യതീമീങ്ങളുടെ ആ ഒരു സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കണം. അത് ചിലപ്പോൾ അനുജന്റെ പ്രിയപ്പെട്ട കുട്ടി, അനുജൻ മരണപ്പെടുമ്പോൾ ആ അനുജന്റെ കുട്ടിയാണ് നമ്മളുടെ മുന്നിൽ യതീമായിട്ട് വരിക. ആ അനുജന്റെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം നമ്മൾ ഒരുപക്ഷെ ആ മകന് എഴുതി വെച്ചിട്ടാകും ആ പ്രിയപ്പെട്ട അനുജന്റെ ഭാര്യ മറ്റൊരു കല്യാണം കഴിക്കുന്നത്. അവൾ ജീവിച്ചോട്ടെ, സന്തോഷിച്ചോട്ടെ. പക്ഷേ അവന്റെ അനാഥരായ പൊന്നുമോനുണ്ടല്ലോ, അവന് വേണ്ടി അനുജന്റെ സ്വത്തിൽ നിന്ന് ഒരേക്കർ റബ്ബറാണ് നിനക്ക് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ആ ഒരേക്കർ റബ്ബറിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ട മക്കൾ കഴിക്കാൻ പാടില്ല. അത് അനാഥനായ മകന് മാത്രമേ അവകാശമുള്ളൂ. അല്ലാതെ യതീംഖാന മാത്രം നടത്തുന്നവരുടെ പ്രശ്നമല്ല ഇത്. അല്ല പൊറുക്കൂല. അതുകൊണ്ട് അല്ല പറയുന്നു, അനാഥന്റെ കാര്യത്തിൽ നിങ്ങൾ പരിഗണിക്കുക. തീരുന്നില്ല. ഒരു നിർഗതിയുമില്ലാത്ത പാവപ്പെട്ട അഗതികളുണ്ടല്ലോ, അവരുടെ വിഷയത്തിലും നിങ്ങൾ പ്രത്യേകം പരിഗണന കാണിക്കണം. നാട്ടിൽ എത്രയോ പാവങ്ങൾ പട്ടിണി കിടക്കുകയാ, എത്രയോ പാവങ്ങൾ സങ്കടപ്പെടുകയാ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിലേക്ക് ജുമയ്ക്ക് പോകുമ്പോ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു പണ്ഡിതനാണ്, ഉസ്താദാണ്, ഒരു മുസ്ലിയാരാണ്, നിങ്ങൾക്കറിയോ, എനിക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ആരാണെന്നൊന്ന് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാകും. ഞാൻ 2-3 മാസങ്ങൾക്ക് മുമ്പ്, 5-6 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പള്ളിയിൽ വന്നിരുന്നു. ഒരു അപകടം പറ്റിയ ഒരാളാണ്, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട്. അങ്ങനെ പള്ളിയിൽ വന്ന ഒരു പാവപ്പെട്ട സഹോദരൻ, 25-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു അപകടം പറ്റുന്നു. കല്യാണ പ്രായമെത്തുന്ന സമയമാണ്. ദർസിലൊക്കെ പഠിച്ചിട്ട് ദീനീ ഖിദ്മത്തിനിറങ്ങുന്ന സഹോദരനാണ്. അദ്ദേഹത്തിന് ഇനി കല്യാണമാണ് കഴിക്കേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആക്സിഡന്റിൽ അദ്ദേഹം അപകടത്തിൽപ്പെടുന്നു. ആ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഒരു ഭാഗം മുഴുവനും തളർന്നു പോകുന്നു. ഒരു വല്ലാത്ത വൈകല്യത്തോടെ ആ സഹോദരൻ സെൻട്രൽ ജുമാ മസ്ജിദിൽ വന്ന് കളക്ഷൻ എടുത്തു കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചത്, ഉസ്താദേ ഒരു കാര്യം പറയാനാണ്, എനിക്ക് 37 വയസ്സുണ്ടെന്ന്. 25-ാമത്തെ വയസ്സിൽ എനിക്ക് സംഭവിച്ച അപകടമാണ്. ഈ 37-ാമത്തെ വയസ്സിൽ ഇപ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹത്തോടെ നടന്നു. ഒരു പെണ്ണും എനിക്ക് കിട്ടുന്നില്ല. ഒരു ഭാഗം തളർന്നു പോയ എന്നെ സ്വീകരിക്കാൻ ഒരു പെണ്ണും തയ്യാറാകുന്നില്ല. അവസാനം ഇപ്പോ എനിക്കൊരു കല്യാണം ശരിയായിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ്? അത് ഇന്ന സ്ഥലത്ത് നിന്നാണ്, കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ഒരു സ്ഥലം പറഞ്ഞു. അവിടെ നിന്നാണ് എന്റെ കല്യാണം ശരിയായത്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോ ആ സഹോദരൻ പറഞ്ഞു, ഭർത്താവ് മരിച്ച ഒരു പാവപ്പെട്ട വിധവയായ സഹോദരിയാണ്. വാപ്പയില്ല, ഉമ്മ ഉണ്ട്, പക്ഷേ ദരിദ്ര കുടുംബമാണ്. ഭർത്താവ് മരിച്ചു. 2 മക്കളാണ്, 4-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളാണ്. അങ്ങനെ ഒരു പെണ്ണുണ്ടെന്നറിഞ്ഞപ്പോൾ ബന്ധപ്പെട്ടു. അവര് ബന്ധപ്പെടുന്ന സന്ദർഭത്തില് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ചെന്ന് പെണ്ണ് കണ്ടു, എന്നെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കല്യാണം അടുത്ത മാസം തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാനിത് പറഞ്ഞത് വേറൊന്നിനുമല്ല, എന്നെ നിങ്ങളൊന്ന് സഹായിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ അറിയാൻ വേണ്ടി പറയാൻ, എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽപ്പെട്ട ആ പ്രദേശത്തുള്ള ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഉള്ളത് അതുപോലെ ഞാൻ അങ്ങ് പറയാൻ. 25-ാമത്തെ വയസ്സിൽ അപകടത്തിൽപ്പെട്ടു. ഇപ്പൊ 37 വയസ്സായി. 12 വർഷം ഞാൻ അനുഭവിച്ചു, ഒറ്റപ്പെട്ട് ജീവിച്ചു. ഇനി ഒരിക്കലും എനിക്ക് മുന്നോട്ട് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ല. ഒരാള് സഹായത്തിനില്ലാതെ പറ്റുന്നില്ല. വിധവയായ ആ 34 വയസ്സുകാരി എന്റെ ജീവിത പങ്കാളി ആയിക്കൊള്ളാമെന്ന് സമ്മതിച്ചു. പക്ഷേ എനിക്കൊരു കാര്യം വേണം, എനിക്കൊരു സഹായം വേണം. ഞാൻ ചോദിച്ചത് എന്താ? എന്നോട് പറഞ്ഞു, ഉസ്താദേ 1 ഗ്രാം സ്വർണം എനിക്ക് തരുമോ? ഒരൊറ്റ ഗ്രാം അയാൾ ചോദിച്ചതാ. ഞാൻ ചോദിച്ചു, എന്തിനാണ്? എന്നോട് പറഞ്ഞു, ഉസ്താദേ മഹർ കൊടുക്കാൻ. 1 ഗ്രാം. ആലോചിച്ച് നോക്കിയേ, ഒരു പവനല്ല. വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വരുമ്പോ പുതിയാപ്പളയുടെ വീട്ടിലേക്ക് കയറി വരുന്ന നമ്മൾ അങ്ങോട്ട് വലത് കാല് വെച്ച് ബിസ്മി ചൊല്ലി അങ്ങോട്ട് കയറുമ്പോ 2 കൈ നീണ്ടു വരും.
ഏത് കയ്യാ? ഒന്ന് അമ്മായിയമ്മയുടെ കൈ, വള. അപ്പോഴും നാത്തൂന്റെ കൈയും വരും, അടുത്ത വള. 1 പവനിൽ കുറഞ്ഞാൽ പിന്നെ നീ ഒരുപാട് മുറ്റമടിക്കേണ്ടി വരും, ഒരുപാട് നീ അനുഭവിക്കേണ്ടി വരും. ഓരോ പവന്റെ വള അങ്ങോട്ട് കൊടുത്ത റാഹത്തായി, പിന്നെ കുറെ നാളത്തേക്ക് ഒരു ശല്യം ഉണ്ടാവൂല. ഇതാര് തുടങ്ങി വെച്ച സംസ്കാരമാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ആരോ പണക്കാര് എങ്ങനെയൊക്കെ പണം ചെലവഴിക്കാം എന്നൊക്കെ ചിന്തിച്ചപ്പോ പെണ്ണ് കയറി വരുമ്പോ അമ്മയമ്മയ്ക്ക് ഒന്ന് കൊടുക്കുക, നാത്തൂനൊന്ന് കൊടുക്കുക, അങ്ങനെയൊക്കെ കൊടുക്കുമ്പോ ഒരു പളവളപ്പ് അതങ്ങനെ തുടങ്ങി വെച്ചു. ഇപ്പൊ പാവങ്ങൾ ഈ 1 പവൻ കണ്ടെത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഈ 1 പവൻ കണ്ടെത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ നിക്കാഹിന്റെ സരസില് ഇതാണ് ഈ താലി കെട്ടോ മഹറെന്തോ കൊടുക്കുമല്ലോ, അങ്ങനെ എന്തോ കൊടുക്കുമ്പോ ഈ മഹർ കൊടുക്കുന്ന സന്ദർഭത്തില് എനിക്കറിയില്ല, എനിക്ക് ആ പണിക്കൊന്നും ഞാൻ നിന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പാലും പഴം കുടിക്കാൻ തരും, പാലും പഴവും കൂടെ കുടിക്കാൻ തരുമ്പോ അതിനകത്തൊരു മോതിരം ഇട്ട് കൊടുക്കണം. ഏതെങ്കിലും ഒന്നറിയാതെ വിഴുങ്ങി തൊണ്ടയിൽ കുരുങ്ങുമ്പോ നിന്നോളൂ ഈ സ്വഭാവം, അപ്പൊ നിന്നോളും. നമ്മൾ ചെയ്യുമ്പോ 1 പവനിൽ കുറഞ്ഞ എന്തെങ്കിലും നമ്മൾ ചെയ്യോ? 25 പവനും 15 പവനും ഒക്കെ ഇട്ടല്ലേ നമ്മൾ കെട്ടിക്കുന്നത്. ഇപ്പോഴത്തെ മര്യാദയുള്ള കല്യാണം എന്ന് പറഞ്ഞാൽ 15 പവനാണ്, സ്വർണത്തിന് അത്രയും വിലയുണ്ട്. എന്നോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതൊന്നും ഒരു മടിയുമില്ല, ചോദിച്ചാൽ കൊടുക്കാൻ ആളുകളുണ്ട്, ഒരുപാട് മുതലാളിമാരുണ്ട്. ഒരു 2 ഗ്രാം വെച്ച് അല്ലെങ്കിൽ 1 ഗ്രാം വെച്ച് 8 പേരെന്ന് വാങ്ങിയ 1 പവനായി. അങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കൊടുത്താൽ സുന്ദരമായ കല്യാണം നടക്കും. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനത്തെ എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയോ? ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ ആർഭാടവും നമ്മളുടെ പൊങ്ങച്ചവും കാണിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന കല്യാണങ്ങൾ ആകാം സഹോദരങ്ങളെ. ഞാൻ പറയുന്നത്, നമ്മൾ ഒത്തിരിയൊക്കെ ഒരുപാടൊക്കെ ആസ്വദിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തല്ലോ. ഇനി ലോകം അവസാനിക്കാറായി. വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ ആ മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചൂടെ? അള്ളാഹു പറയുന്നു, നീ നിന്റെയും പടച്ചവന്റെയും നിന്റെ മാതാപിതാക്കളുടെയും നിന്റെ കുടുംബക്കാരുടെയും നാട്ടിലെ യതീമക്കളുടെയും കാര്യം മാത്രം പരിഗണിച്ചാൽ പോരാ, മറിച്ച് വൽ മസാകീൻ, അഗതികളുടെ കാര്യങ്ങൾ നീ പരിഗണിക്കണം. തീരുന്നില്ല. ഇനി അഗതികളല്ലാത്ത നാട്ടിലെ പ്രമാണിമാരുണ്ടല്ലോ, അവരോട് നിനക്കുള്ള ബാധ്യത എന്താണെന്നറിയോ? വഖൂലൂ ലിന്നാസി ഹുസ്നാ, മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും യതീമീങ്ങളും അഗതികളുമല്ലാത്ത നിന്റെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ, അവരോടും നിനക്ക് ചില കടപ്പാടുകളുണ്ട്, ബാധ്യതകളുണ്ട്. ആ ബാധ്യത വഖൂലൂ ലിന്നാസി ഹുസ്നാ, ജനങ്ങളോട് നല്ല നിലയിൽ വർത്തമാനം പറയലാണ്, നല്ല നിലയിൽ നീ വർത്തമാനം പറയലാണ്, എല്ലാവരോടും സൗമ്യ മനോഭാവത്തോടെ ഇടപെടലാണ്. എന്നിട്ടല്ല പറയുന്നു, വഅഖീമുസ്സലാ, നമസ്കാരത്തിന്റെ സമയത്തുമ്പോ നിസ്കരിക്കണേ മോനെ, സകാത്ത് കൊടുക്കണേ. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഇത് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യമാണ്. ഒന്ന് പടച്ചവന് വേണ്ടിയിട്ടുള്ള ആരാധനയാണ്, 2 മാതാപിതാക്കൾക്ക് വേണ്ടി ഗുണം ചെയ്യലാണ്, അടുത്ത ബന്ധുക്കളെ പരിഗണിക്കലാണ്, അനാഥ മക്കളെ സംരക്ഷിക്കലാണ്, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കലാണ്, അതുപോലെ ജനങ്ങളോട് സംസാരം മാന്യമാകലാണ്, അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കലാണ്, അതുപോലെ സക്കാത്ത് കൊടുത്തു വീടലാണ്. ഈ 8 കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പടച്ചതമ്പുരാന് പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലാ, ഈ 8 കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കുറഞ്ഞ ആളുകളാ. എത്ര അർത്ഥവത്താണ് അല്ലാഹു പറഞ്ഞത്. വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഖുർആൻ ഇറങ്ങട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആനിലൂടെ ലോകത്ത് അല്ലാഹു പ്രത്യേകമായിട്ട് മുസ്ലിം ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലാ, ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓരോ അക്കമിട്ട് പറഞ്ഞിട്ടും സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലാ, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാത്തവരൊക്കെ പിന്തിരിഞ്ഞോടുകയാ. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കാരമില്ലാതെ ഓടുകയാ. സക്കാത്തിന്റെ കാര്യം പറയുമ്പോൾ
ഞാൻ അവന് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഓടുകയാ. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവന്നാക്കുകയാ. അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുകയാ. യതീമീങ്ങളെ അവഗണിച്ചു കൊണ്ടിരിക്കുകയാ. പടച്ചവന് സുജൂദ് ചെയ്യാതിരിക്കുകയാ. ഈ നിലയിൽ നമ്മൾ അകന്നു പോകുമ്പോ, ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ പോകുമ്പോ അതിൽ നിന്ന് ഒരു ചെറിയ വിഭാഗത്തെ അല്ലാഹു മാറ്റി. ആ വിഭാഗമാണ് ഉമർ തങ്ങൾ ദുആ ചെയ്തതും ആ പ്രചോദനം നൽകിക്കൊണ്ട് യുവാവും ദുആ ചെയ്തത്. അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ. അല്ലാഹ് നീ എന്നെ ചെറു സംഘത്തിൽ ചേർത്താൽ മതി. ഏതാ? ഈ ഇബാദത്തിന്റെ മുഴുവൻ അക്കമിട്ടല്ല പറഞ്ഞതിലും കുറഞ്ഞ ആളുകൾ മാത്രമേ ചെയ്യുള്ളൂ സഹോദരങ്ങളെ. പള്ളികളിൽ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കാൻ, നിസ്കാരത്തിന് പള്ളികളിൽ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കാൻ, ജുമയ്ക്ക് ചെറുപ്പക്കാര് ജുമയ്ക്ക് വരാതെ ടൗണുകളിൽ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ട് ജുമഅ എന്ന് പറഞ്ഞാൽ ഒരു ആവേശം ഉണ്ടായിരുന്നു. ഇതാ ചോദിച്ചു നോക്കൂ, ഉസ്താദുമാർക്കറിയാം, വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ ദർസുകൾക്ക് അവധിയാണ്. വീട്ടിൽ പോകാൻ പറ്റൂല. പിന്നെ പഠിത്തമില്ല, പാഠമില്ല, പഠനമില്ല. പിന്നെ പഠനം ആരംഭിക്കുന്നത് എപ്പോഴെന്നറിയോ? വെള്ളിയാഴ്ച മഗ്രിബ് കഴിഞ്ഞിട്ട് ശനിയാഴ്ച രാവിലെ പാഠം കൊടുക്കാനാണ്. അല്ലേ ഉസ്താദേ? ഇതായിരിക്കുന്ന ഉസ്താദുമാരെല്ലാം അങ്ങനത്തെ അനുഭവസ്ഥരാണ്. പണ്ടേ തുടങ്ങിയ കാര്യം ഇങ്ങനെയാണ്. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഉണ്ടാവൂല. നിങ്ങൾക്കറിയാലോ, ബുധനാഴ്ച വൈകുന്നേരം മദ്രസയുണ്ട്, വ്യാഴാഴ്ച രാവിലെ മദ്രസയുണ്ട്, വ്യാഴാഴ്ച വൈകിട്ടില്ല, വെള്ളിയാഴ്ച രാവിലെ ഇല്ല. എന്താ കാര്യം? വെള്ളിയാഴ്ച രാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയാണ്. വെള്ളിയാഴ്ച രാവിലെ ഏറ്റവും പവിത്രമാണ്. വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാമാണ്. എന്തേ അന്ന് ദർസെടുക്കാത്തത്? വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. എന്തുകൊണ്ടെന്ന് പഠിക്കണ്ടാൻ തീരുമാനിച്ചു ഉസ്താദുമാര്, പഠിപ്പിക്കണ്ടാൻ തീരുമാനിച്ചു. വ്യാഴാഴ്ച ഉച്ച മുതൽ തുണി കഴുകാനും, തുണി തേക്കാനും, നഖം വെട്ടാനും, ദാടി ഒതുക്കാനും, നഖം വെട്ടാനും, വീട് വൃത്തിയാക്കാനും അതുപോലുള്ള ശുചീകരണ പരിപാടികളുമായിട്ട് ബന്ധപ്പെടണം. എന്തുകൊണ്ട്? വെള്ളിയാഴ്ച എന്ന സുന്ദരമായ ദിവസം വരാനിരിക്കുക നാളെ. അതുകൊണ്ട് തലേ ദിവസം മധ്യാഹ്നം മുതൽ ആ മക്കൾക്ക് ലീവ് കൊടുത്തിട്ട് ആ മക്കൾ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് തുണി അലക്കലും, തുണി തേക്കലും, അതുപോലെ തന്നെ റൂം അടിച്ചു വാരലും, നഖം വെട്ടലും, മീശ വെട്ടലും, ദാടി ഒതുക്കലുമായിട്ടൊക്കെ, മുടി വെട്ടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയാൻ. എന്തുകൊണ്ട്? വെള്ളിയാഴ്ച എന്ന ഒരു ദിവസത്തിന്റെ ആദാബ്, മര്യാദ മനസ്സിലാക്കിയിട്ട് മുൻഗാമികൾ ഉണ്ടായിരുന്നു. അന്ന് കോവിഡും ഇല്ല, അന്ന് കൊറോണയില്ല, അന്ന് യാതൊരു മുസീബത്തും ഉണ്ടായിരുന്നില്ല.